അമേരിക്ക ഇറാനിൽ നടത്തിയ ആണവ ആക്രമണങ്ങളുടെ വിജയത്തെക്കുറിച്ച് വലിയ സംശയങ്ങൾ, ചർച്ചകൾ, വിവാദങ്ങളൊക്കെ ഉയരുകയാണ്. ഇതിനിടയിൽ അമേരിക്ക ഈ ആക്രമണം നടത്തിയ ആണവ കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടു. അതായത് B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഫൊർദാനിലെ, ഇസ്ഫഹാനിലെ, നദാൻസിലെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ പറ്റി. ഇതിൻ്റെ ഉപഗ്രഹ ചിത്രമാണ് പുറത്തു വന്നത്. ഇതുകൂടാതെ ഇറാൻ ഇപ്പോൾ ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു, അമേരിക്കയുടെ ആക്രമണത്തിൽ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ വാതിലുകളടക്കം തകർന്നു, തുരങ്കത്തിലേക്ക് പോകുന്ന വഴി തകർന്നു, തൂണുകളൊക്കെ തന്നെ തകർന്നു വീണു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായ ഇസ്മയിൽ ബഗായിയാണ്. അപ്പോൾ ഇസ്മയിൽ ബഗായി പറയുകയാണ്, അറ്റാക്ക് വളരെ പ്രധാനമായിരുന്നു, അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇറാനിൽ പൂർത്തിയാക്കി എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് പറയുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ നടത്തിയ ആണവ ആക്രമണം വിജയകരമായിരുന്നു, അങ്ങനെ 100% വിജയം ഉറപ്പാക്കിയെന്നും പറഞ്ഞിരുന്നു. തുളസി ഗബാർഡ് എന്ന് പറയുന്ന അവിടുത്തെ ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞത്, ഞങ്ങളുടെ ആക്രമണം വളരെ കൃത്യമായിരുന്നു, ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അടുത്ത കാലത്തൊന്നും ഈ യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള നടപടികളിലേക്ക് ഇറാന് കടക്കാൻ കഴിയില്ല. ഇതാണ് തുളസി ഗബാർഡും പറഞ്ഞത്. പിന്നീട് CIA ഡയറക്ടറുണ്ട് ജോൺ റാറ്റ്ക്ലിഫ്, അദ്ദേഹം വ്യക്തമാക്കിയത്, ആണവ കേന്ദ്രങ്ങൾക്ക്, ആണവ പദ്ധതിക്ക് സാരമായ കേടുപാടുകൾ വരുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു. B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം വിജയകരമായിരുന്നു. അപ്പം അമേരിക്കയുടെ നിലപാട് ഏതാണ്ട് വ്യക്തമായി, അതിനോട് ഇറാൻ ഏതാണ്ട് യോജിക്കുന്നു. അതായത് നിലവിൽ ഇറാനിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയുള്ള ഇസ്ഫഹാനിൽ നടത്തിയ ആക്രമണത്തിൽ പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഇറാൻ ഔദ്യോഗികമായി സമ്മതിച്ചതാണ്. മാത്രമല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കേണ്ട പ്രാരംഭ നടപടികളൊക്കെ നടത്തേണ്ടത് ഇസ്ഫഹാനിലാണ്. അവിടുത്തെ പ്രധാന ഗവേഷണ കേന്ദ്രത്തിൻ്റെ കെട്ടിടത്തിന് നാശങ്ങളുണ്ടായി. മറ്റൊന്ന്, വലിയ ഗർത്തമുണ്ടായ ഒരു മേഖല എന്ന് പറയുന്നത് ഫൊർദോയാണ്. ഈ ഫൊർദോയിലെ പ്രവേശന കവാടം പൂർണ്ണമായിട്ടും തകർന്നു. കാരണം തുരങ്കപാതയിലേക്ക് ഇറങ്ങുന്ന പ്രവേശന കവാടമാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭൂമിയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന, പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരുന്ന സമ്പുഷ്ടീകരണ ഹോളുണ്ട്, അതായത് യുറേനിയം സമ്പുഷ്ടീകരിക്കേണ്ട ആ മേഖല, അവിടേക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇനി ഇറാൻ്റെ ആണവശേഷിയെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതോടുകൂടി വലിയ നാശനഷ്ടങ്ങൾ ഇസ്ഫഹാനിലും ഫോർദോയിലും അതുപോലെ തന്നെ നദാൻസിലും ഉണ്ടായിട്ടുണ്ട്. അപ്പം US രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ പറഞ്ഞത്, അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല, അവിടുത്തെ ആണവ കേന്ദ്രങ്ങളൊന്നും തകർന്നിട്ടില്ല, ഒരു പക്ഷേ കുറച്ച് പിന്നോക്കം ഇറാനെ കൊണ്ടുപോകാൻ സാധിച്ചേക്കും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇത്തരത്തിലുള്ള നിലപാട് CNN എന്ന് പറയുന്ന ചാനൽ, അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നത് അമേരിക്കയെ അപകീർത്തിപ്പെടുത്താനും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അപമാനിക്കാനും വേണ്ടിയാണ്. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അമേരിക്കയിലെ പെൻറ്റഗണിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടിയതും, ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹമാണെന്നും ഇതേക്കുറിച്ച് നേരിട്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. US പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞിരുന്നു, ട്രംപിനെ അല്ലെങ്കിൽ ഈ യുദ്ധവിജയത്തെ താറടിച്ച് കാണിക്കാനായിട്ട് ലോകരാജ്യങ്ങൾ, ചില മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം പരാജയമാണെന്ന് വരുത്തി തീർക്കുന്നത്. ഇപ്പോൾ പല മേഖലകളും ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടിരിക്കുന്നു. അതായത് ഈ ആക്രമണം നടത്തിയപ്പോൾ 24 ക്രൂയിസ് മിസൈലുകൾ വിമാനവാഹിനി കപ്പലിൽ നിന്നും മറ്റും തൊടുത്തുവിട്ടിട്ടുണ്ട്. മൊത്തം 75 പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നാണ് അമേരിക്ക അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തായാലും സെൻട്രിഫ്യൂജുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടോ അതോ സെൻട്രിഫ്യൂജുകൾ ഭാഗികമായി മാത്രമേ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ, ഈ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മാത്രമല്ല 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം, അങ്ങനെ ഏതാണ്ട് 400 കിലോഗ്രാം ഉണ്ട്. ഇത്തരത്തിലുള്ള ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എങ്ങോട്ടേക്ക് മാറ്റി? ഇപ്പോൾ ഒരു കോൺസ്പിറസി തിയറി വരുന്നത്, ഒരു പക്ഷേ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം പാകിസ്ഥാനിലേക്ക് വരെ മാറ്റിയിരിക്കാമെന്നാണ്. കാരണം ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നു. അമേരിക്ക അതിൻ്റെ ചുവട് പിടിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞു. ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തിനാണ് നേരത്തെ ഖത്തറിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ഇറാൻ പറഞ്ഞത്? അപ്പം
ഈ ലോക നേതാക്കൾ തമ്മിൽ ഒരു അടിയിലൂടെ ഒരു പാലം വലിക്കുന്നത് പോലെയുള്ള ചില ചർച്ചകൾ ഇവിടെ നടത്തുന്നു. കാലങ്ങളായിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ്റെ ലീഡേഴ്സും ഒക്കെ ആയിട്ട് നേരിട്ട് സംസാരം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇവിടെ ചതിച്ചത് ഇസ്രയേലിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെയോ വല്ലതും ആണോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഗ്രൗണ്ട് ലെവലിൽ അന്വേഷണം നടത്തി അങ്ങനെ റിപ്പോർട്ട് ശേഖരിച്ച് അങ്ങനെയാണ് ഇൻ്റലിജൻസ് വിഭാഗം ഈ രേഖകളൊക്കെ തയ്യാറാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൊർദോ, നദാൻസ്, ഇസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾക്ക് പുറമേ ഉണ്ടായ ചില പരിക്കുകൾ ഒഴിച്ചാൽ ബാഹ്യമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത്. അതായത് ഇറാൻ ആണവ സമ്പുഷ്ടീകരണ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഇറാൻ സുപ്രധാനമായ ഒരു സ്റ്റെപ്പ് വെച്ചത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് ഇനി ഇറാനിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഇറാൻ പാർലമെൻറ്റ് ഇത് സംബന്ധിച്ചുള്ള ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇറാൻ്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത് അപകടകരമാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഈ അണവായുധം ചോർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണവ കിരണങ്ങൾ പുറത്തേക്ക് ചോർന്നിട്ടുണ്ടെങ്കിൽ അത് ഇറാന് മാത്രമല്ല ലോക രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രത്തിൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തണമെന്നാണ് പറയുന്നത്. അപ്പം എവിടേക്കെങ്കിലും യുറേനിയം മാറ്റിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഇവർ വ്യക്തമാക്കണം. ഇത്തരത്തിൽ വലിയ സംശയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അമേരിക്ക പറയുന്നത് ഇറാനിലെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ, അതായത് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കൂടെ ഒരു പർവ്വതത്തിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ ഇത് കാണാൻ പറ്റുമെന്ന് പറയുന്നു. പെട്ടെന്ന് ഇറാനിന് നേർക്കുള്ള ആക്രമണം അമേരിക്ക നിർത്തുന്നതിന് മറ്റൊരു തിയറി കൂടി പറയുന്നുണ്ട്. അതായത് പണ്ട് അമേരിക്കയും ഇറാഖും തമ്മിലൊരു യുദ്ധമുണ്ടായപ്പോൾ ഇറാഖ് ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്നു. എന്നിട്ട് പല പല പ്രവിശ്യകളായിട്ട് ഇത് വിഭജിക്കപ്പെട്ടു. അവിടെ ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകൾ, പ്രാദേശിക തീവ്രവാദ സംഘടനകളൊക്കെ ഉയർന്നു വന്നു. ഇവിടെയും ഒരു അധികാര മാറ്റം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തിയാൽ ഇറാനിലും ആഭ്യന്തര കലഹം ഉണ്ടാകുകയും പല തീവ്രവാദ ഗ്രൂപ്പുകൾ ഉയർന്നു വരികയും ചെയ്യും. ഇത് അറബ് രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. കാരണം ഖത്തർ, സൗദി, അതുപോലെ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഏത് നിമിഷവും ആക്രമണം നടത്താം. അങ്ങനെ ഉണ്ടാകരുതെന്ന് ഈ അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് അത്തരമൊരു ആക്രമണത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് അമേരിക്ക പിന്മാറിയത്. എന്തായാലും ഖത്തറിനെ ആക്രമിച്ചത് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ടാണ് എന്നതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുമെന്നുള്ള കാര്യം അമേരിക്കയെ മുൻകൂട്ടി പറഞ്ഞിരിക്കാം. അത്തരമൊരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇറാന് ഈ ആക്രമണം നടത്താനുള്ള ആയുധങ്ങളൊക്കെ എവിടെ നിന്നോ വന്നു എന്നുള്ളത് സത്യമാണ്. ഈ ഇറാൻ ഇത്തരത്തിലുള്ള ഈ ചില പ്രോക്സികളെ വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഹമാസ്, ഹൂത്തി, ഹിസ്ബുള്ള പോലെയുള്ള ഹൂത്തികളുടെ ചില സംഘടനകൾ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. അതായത് അമേരിക്ക ആക്രമണം തുടർന്നാൽ അമേരിക്കയിൽ ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ, ചാവേർ ആക്രമണങ്ങളൊക്കെ നടത്തി അമേരിക്കയ്ക്ക് ലോകത്തിന് മുന്നിൽ നാണക്കേട് ഇറാൻ സൃഷ്ടിക്കും. ഇതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറിയെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് നാഷണൽ ഇൻ്റലിജൻസിൻ്റെ US-ൻ്റെ മേധാവിയായ തുളസി ഗബ്ബാർഡ് എടുക്കുന്ന നിലപാട്, അതുപോലെ തന്നെ അവിടുത്തെ CIA ഡയറക്ടറായ ജോൺ റാറ്റ്ക്ലിഫ് എടുക്കുന്ന നിലപാട്, ഇതെല്ലാം തന്നെ ഏതാണ്ട് ഒരേ രീതിയിലാണ്. അതായത് ഇറാൻ ആണവായുധ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് സാധിച്ചു. ഇറാനും ഇപ്പോൾ വ്യക്തമാക്കുന്നത് അമേരിക്കയുടെ ആക്രമണത്തിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങൾ, ധാർമ്മികത, നയതന്ത്രം ഇതെല്ലാം തന്നെ ഇവിടെ ലംഘിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക നടത്തിയ ആക്രമണം ഞങ്ങൾക്ക് വലിയ നാശങ്ങൾ ഉണ്ടാക്കി. ഈ ഇസ്മയിൽ ബഗായി പറയുന്നുണ്ട്, ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ പ്രധാന കവാടങ്ങൾ, തുരങ്കപാത, അതുപോലെ തന്നെ തൂണുകൾ ഇതൊക്കെ തകർന്നിട്ടുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച്, അതായത് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന കേന്ദ്രങ്ങൾ തകർന്നു എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടുവെങ്കിലും അയാൾ മറുപടി പറഞ്ഞില്ല. ബഗായി പറയുന്നത് അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ കൂടുതലായി പ്രതികരിക്കുന്നില്ല, വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വ്യക്തമാക്കും. എന്തായാലും അമേരിക്ക ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശം ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.